ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പാലാണോ തൈരാണോ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്? നമ്മളിതിൽ ഏതാണ് കഴിക്കേണ്ടത്? കുട്ടികൾക്ക് ഏത് നൽകണം? പലരും വളരെ കോമൺ ആയിട്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ്. രണ്ടിൻ്റെയും ഗുണങ്ങളും രണ്ടും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. പാലെന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിരിക്കുന്നത് ഇതൊരു സമീകൃത ആഹാരം എന്നാണ്. കാരണം ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അത്യാവശ്യം വൈറ്റമിൻസും എത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമായതുകൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ഫുഡ്, ഒരു സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ പാലിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമായ സമയത്ത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ, അതായത് കുറച്ച് എള്ളും പിണ്ണാക്കോ കാടിയോ ഇല്ലെങ്കിൽ കുറച്ച് പുല്ലോ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പശുവിൽ നിന്നും സമൃദ്ധിയായിട്ട് പാല് കിട്ടുകയാണ്. ഈ പാലിനകത്ത് നമുക്ക് വേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി നൽകാൻ പറ്റിയില്ലെങ്കിൽ പോലും ദരിദ്ര കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാല് നൽകിയാൽ തന്നെ അവരുടെ ആരോഗ്യം അത്രയായി. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സ്കൂളുകളിലും ആ ഒരു സമയത്ത് ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് പാല് കൊടുത്തുകൊണ്ടുമിരുന്നു. നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ പാല് ഒരു കംപ്ലീറ്റ് ഭക്ഷണം, പോഷക സമീകൃത ആഹാരം എന്ന രീതിക്ക് നമ്മൾ പഠിച്ചുകൊണ്ടും വരുന്നു. ഇന്നും നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് നമുക്ക് പലവിധ ന്യൂട്രീഷ്യൻസ് അവൈലബിൾ ആണ്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് നട്ട്സും മറ്റും നൽകുന്നുണ്ട്. മുതിർന്നവർക്ക് ഓരോ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം ഇപ്പോഴും നമ്മൾ പാല് സമീകൃത ആഹാരമായിട്ട് കഴിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പാല് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ദഹിക്കുന്നതെന്ന് വിശദീകരിക്കാം. പാലിനെ ദഹിപ്പിക്കുന്നത് പ്രധാനമായും 2 എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് റെനിൻ, ഒന്ന് പെപ്സിൻ. നമ്മൾ കുടിക്കുന്ന പാല് നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് ആദ്യം റെനിൻ എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ച് പാലിനെ ജെല്ലി പോലുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു. ഈ ജെല്ലിയുടെ പുറത്ത് രണ്ടാമത്തെ എൻസൈം പെപ്സിൻ പ്രവർത്തിക്കും. പെപ്സിൻ പ്രവർത്തിച്ചിട്ടാണ് ഇതിനകത്തുള്ള കേസിന്, അതായത് പാലിനകത്തുള്ള പ്രോട്ടീൻ ഘടകത്തിനെ നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വേർതിരിച്ച് ദഹിപ്പിച്ച് ശരീരം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ പാലിനെ പ്രൈമറി ആയിട്ട് ദഹിപ്പിക്കുന്ന റെനിൻ എന്ന് പറയുന്ന എൻസൈം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികൾ വളർന്നൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിലുള്ള റെനിൻ എന്ന് പറയുന്ന എൻസൈം 90% ഏകദേശം കുറഞ്ഞു കഴിയും. കാരണം കൊച്ചു കുട്ടികൾക്ക് അവരുടെ ആദ്യത്തെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ശരീരത്തിൽ പാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും. എന്നാൽ നമുക്ക് ശരിയായിട്ട് ആദ്യത്തെ ഘടകം ദഹിക്കാതെയാണ് നമ്മുടെ ശരീരത്തേക്ക് പാൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ ആമാശയത്തിൽ ഈ പാല് പൂർണ്ണമായിട്ടും ദഹിക്കത്തില്ല. പാലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ കുറച്ച് ശരീരം ദഹിപ്പിച്ചിട്ട് ബാക്കി അത്രയും കുടലിലേക്ക് വരും. കുടലിൽ ദഹിക്കാത്ത പാലെത്തുന്ന സമയത്ത് അവിടെയുള്ള ബാക്ടീരിയകൾ ഈ പാലിനെ പുളിപ്പിച്ച് ഗ്യാസ് ഭയങ്കരമായിട്ടുണ്ടാക്കും. പലപ്പോഴും പാല് ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായി ഗ്യാസ്, ഏമ്പക്കം, പുളിച്ചു തേട്ടൽ, വയറ് കമ്പനം അല്ലെങ്കിൽ കീഴ്വായു ശല്യം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ശരീരത്തിൽ ഈ റെനിൻ എന്ന് പറയുന്ന എൻസൈം ഇല്ലാത്തതാണ്. മാത്രമല്ല പാലിനകത്ത് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലാക്ടോസ് എന്ന് പറയുന്ന മധുരമുണ്ട്. ഈ മധുരത്തിനെ ഏകദേശം 65%, അതായത് ഭൂമിയിലുള്ള 65% അഡൾട്ട്സിനും ദഹിപ്പിക്കാനുള്ള ശേഷി കുറവാണ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ, പ്രത്യേകിച്ച് ഏഷ്യൻസിൻ്റെ ഏകദേശം 90%-നും ലാക്ടോസിനെ ശരിയായിട്ട് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ പാല് കുടിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ മധുരത്തിന്, ലാക്ടോസിനെ ശരീരത്തിന് ശരിയായിട്ട് ദഹിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ ലാക്ടോസ് നമ്മുടെ ശരീരത്തിൻ്റെ മ്യൂക്കസ് മെംബ്രെയിൻസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പലപ്പോഴും പാല് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഇറിറ്റേഷൻ, വയറിനകത്ത് കമ്പനം, അതുപോലെ വയറിൻ്റെ നമുക്ക് കുടലിനകത്ത് വരുന്ന ചെറിയ ചെറിയ അൾസറേഷൻസ്, പല പ്രശ്നങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. വയറിൽ മാത്രമല്ല, മ്യൂക്കസ് മെംബ്രെയിൻസ് നമ്മുടെ മൂക്കിനകത്തും റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഉള്ളതിനും ഇതേ ലാക്ടോസിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കി എന്ന് വരാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് പാല് കുടിച്ചു കഴിഞ്ഞിരുന്നാൽ കഫക്കെട്ട്, മൂക്കൊലിപ്പ്, അലർജി വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ചില കുട്ടികൾക്ക് പാല് കുടിച്ചു കഴിഞ്ഞിരുന്നാൽ സ്കിന്ന് അമിതമായി ഡ്രൈ ആകുന്നത് കണ്ടിട്ടില്ലേ? അതിനെല്ലാം കാരണം പാലിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ ലാക്ടോസിനെ ശരീരത്തിന് ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് പണ്ട് പഴമക്കാർ പറഞ്ഞിരുന്നത് പാല് അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇത് കഫം കൂടുതൽ ഉണ്ടാക്കും. കാരണം ഇത് മ്യൂക്കസ് മെംബ്രെയിനെ ഇറിറ്റേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പാലിൻ്റെ പ്രത്യേകത ഇതുമാത്രമല്ല. നമ്മൾ പലപ്പോഴും പാല് കുടിച്ചാലോ അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം പാല് പതിവായിട്ട് കൊടുത്താലോ കുട്ടികൾ തുടുത്ത് വരുന്ന കണ്ടിട്ടില്ലേ? നല്ല കവിളൊക്കെ വെച്ചിട്ട് ശരീരം പെട്ടെന്ന് ഒന്ന് വീർത്ത് അവർ വെയിറ്റ് വയ്ക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, പലരും വിചാരിക്കുന്ന പാലിൻ്റെ ഗുണങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നുണ്ടെന്നാണ്. അല്ല,
പാലിനകത്ത് നാച്ചുറൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈസ്ട്രജൻ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് പലപ്പോഴും തുളുപ്പും അവരുടെ ശരീരത്തിന് ഒരു മിനുമിനുപ്പും എല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ഈ പാലിനകത്തുള്ള ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടികൾക്കും ഇതേപോലെ ഒരു തുളുപ്പും മിനുമിനുപ്പും മുഖത്ത് തിളക്കവും ശരീരത്തിന് വണ്ണം വയ്ക്കലും എല്ലാം ഉണ്ടാകും. ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത് ശരീരത്തിന് ഗുണകരമാണോ? പുറത്തു നിന്ന് അനാവശ്യമായിട്ടൊരു ഹോർമോൺ ശരീരത്തിലേക്ക് എത്തുന്നത് ഗുണകരം അല്ല തന്നെ. ഇത് മാത്രമല്ല, നമ്മളിൽ പലരും പാല് കുടിക്കുന്നതിന് കാരണം, ഡോക്ടർമാർ പാല് കുടിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ എല്ലിനും പല്ലുകൾക്കും ഉറപ്പിന് വേണ്ടിയാണ്. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലിന് ഉറപ്പ് നിൽക്കണം എന്നുണ്ടെങ്കിൽ കാൽഷ്യം കൂടുതലും കിട്ടണം, അതിന് പാല് പതിവായിട്ട് കഴിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 96,000 പേരിൽ ചെറുപ്പക്കാരിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പാല് പതിവായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളുടെയും പല്ലുകളുടെയും ഉറപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും പാല് കുടിക്കുന്നവരിലും പാല് കുടിക്കാത്തവരിലും ശരീരത്തിൻ്റെ എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനവും എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലും എല്ല് സോഫ്റ്റായി പോകുന്ന അവസ്ഥയും എല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ലാതെ പാല് കുടിക്കുന്നതിൻ്റെ പേരിൽ പ്രത്യേകത ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടും നടത്തിയിട്ടുള്ള പല പഠനങ്ങളിലും പതിവായിട്ട് പാല് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്ഥാനാർബുദത്തിന്റെ ടെൻഡൻസി ക്രമേണ വർദ്ധിപ്പിക്കും എന്നും കണ്ടെത്തിയിട്ടുണ്ട്. നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠനത്തിൽ പതിവായിട്ട് പാല് കഴിക്കുന്നവരിൽ സ്ഥാനാർബുദത്തിന്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത 30% വരെ വർദ്ധിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠന റിപ്പോർട്ട് വരാനുമുണ്ട്. ഇത്രയും പ്രത്യേകതയുള്ള പാല് കഴിക്കുന്നതാണോ തൈര് കഴിക്കുന്നതിനാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പാലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തൈരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തൈരിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അഡൽട്സ് ആയിട്ടുള്ളവർക്ക് പാല് ദഹിപ്പിക്കാനുള്ള ശേഷി പലതും കുറവാണ്. എന്നാൽ തൈരിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ദഹിക്കാൻ പാടുള്ള പല ഘടകങ്ങളെയും ലാക്ടോബാസിലസ് പുളിപ്പിച്ച് മാറ്റുന്നു. അതായത് പാല് പുളിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ശരീരത്തിന് ദഹിക്കാൻ പാടുള്ള പല ഘടകങ്ങളും ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ തൈരിനെ ദഹിപ്പിക്കുന്നതിന് പാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിന് താരതമ്യേന എളുപ്പമാണ്. മാത്രമല്ല, തൈരിനകത്ത് നമ്മൾ പാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഊർജത്തിന്റെ അളവ് കുറവാണ്. അതായത് പ്രമേഹ രോഗികൾക്കോ അമിതവണ്ണമുള്ളവർക്കോ തന്നെ പാല് കഴിക്കുന്നതിനേക്കാൾ തൈര് കഴിച്ചിരുന്നാൽ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഊർജത്തിന്റെ അളവ് താരതമ്യേന കുറവാണ്. ഏകദേശം 1 കപ്പ് പാലിനകത്ത് 130 കാലറി ഊർജ്ജമാണുണ്ടെങ്കിൽ 1 കപ്പ് തൈരിനകത്ത്, നല്ല കട്ട തൈരിനകത്ത് 98 കാലറി ഊർജ്ജം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. മാത്രമല്ല, പാലിലുള്ളതിനേക്കാൾ കാൽഷ്യത്തിന്റെ അളവും പ്രോട്ടീന്റെ അളവും തൈരിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, തൈര് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. മാത്രമല്ല, തൈര് ഒരു പ്രോബയോട്ടിക് ആണ്. നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് തൈര് നല്ലൊരു ഭക്ഷണമാണ്. കുടലിനകത്തുള്ള പലവിധ രോഗങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് കുടലിനകത്ത് വരുന്ന മ്യൂക്കസ് മെംബ്രെയിൻ്റെ പ്രോബ്ലംസിനെ മാറ്റുന്നതിനും രോഗപ്രതിരോധ ശേഷിക്കുമെല്ലാം നമ്മൾ പാലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തൈര് തന്നെയാണ് ശരീരത്തിന് കൂടുതൽ നല്ലത്. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പം രോഗപ്രതിരോധ ശേഷി കുറവുണ്ട്, ഇല്ലെങ്കിൽ അലർജി രോഗങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനും തൈര് തന്നെയാണ് നമുക്ക് നല്ലൊരു സപ്ലിമെന്റ് എന്ന രീതിക്ക് പറയാനും പറ്റുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, പാല് ദിവസവും കഴിക്കണോ അതോ തൈര് നിങ്ങൾ ദിവസവും കഴിക്കുന്നതാണോ കൂടുതൽ നല്ലത് എന്ന്. നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന പാല് തന്നെ നിങ്ങൾ ഒഴിച്ച് നല്ല തൈരുണ്ടാക്കി നിങ്ങൾ കഴിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഇന്ന് പ്രോബയോട്ടിക് തൈരുകൾ, അതായത് നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് നമ്മൾ ഈ പ്രോബയോട്ടിക് തൈര് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക് തൈര് വാങ്ങിയും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പാലിൻ്റെ പലവിധ പ്രോഡക്ട്സ് ആണോ നല്ലത് അതോ പാലായിട്ട് കഴിക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.